ചേട്ടന് ഇതുപോലത്തെ ഒന്നുമില്ല? ചേട്ടന്റെ ചെറിയ വണ്ടി പോയിട്ട് ബ്രേക്ക് അങ്ങനല്ല, എന്തെങ്കിലും സ്റ്റേഷൻ ഈ വണ്ടിയിൽ ബ്രേക്ക് കിട്ടാത്ത ഞാൻ അതായത് അല്ല അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അത് സ്റ്റേജിലല്ല കേട്ടോ. അപ്പൊ ഈ ബൈക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഏത് വണ്ടി കണ്ടാലും ഇത് ഓടിക്കാൻ പറ്റും എന്ന് നമ്മുടെ ഉള്ളിൽ പറയും. അതായത് ഞാൻ പഠിച്ചൊരു വണ്ടിയിൽ, ഞാൻ പഠിച്ച ചേതക്കിലാണ് പഠിച്ചെന്ന് പറഞ്ഞാൽ ഓടിച്ച് കയ്യിൽ വെച്ച് തരാം. അപ്പം ഇതുപോലെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഏത് ബൈക്ക് കണ്ടാലും ഇതെനിക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ, ഇത് തോന്നും നമ്മുടെ ഉള്ളിൽ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വലിയ പുള്ളി ഹെഡ് മാസ്റ്ററാണ്. ഈ ഹെഡ് മാസ്റ്റർമാർ യൂസ് ചെയ്യുന്നൊരു ബൈക്കുണ്ട്, ഈ ഹീറോ ഹോണ്ടയുടെ പഴയ ഒരു വണ്ടിയാണ്. സ്പ്ലെൻഡർ ഇറങ്ങുന്നതിന് മുമ്പുള്ളൊരു വണ്ടിയാണ്. ഹെഡ് മാസ്റ്റർ സാറന്മാർ വില്ലേജ് ഓഫീസർമാരൊക്കെ യൂസ് ചെയ്തൊരു പുതിയ വണ്ടി, ചോപ്പ് തിളങ്ങുന്ന വണ്ടി അങ്ങനെ കൊണ്ട് നടക്കുന്നതാണ് പുള്ളി. അപ്പോൾ ഇവൻ വെച്ചിട്ട് പോയപ്പോൾ ഞാൻ ഇതെനിക്ക് ഓട്ടിക്കാൻ പറ്റുമല്ലടാ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ നല്ല എക്സ്പെർട്ട് ഡ്രൈവറാണ്, അവൻ എന്നെക്കാൾ ഇളയതും കൂടെ. അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ അവൻ്റെ മൂത്തതല്ല, അപ്പം എനിക്ക് നന്നായിട്ട് ഓട്ടിക്കറിയാം. ഇവഞ്ഞ് തന്നു. അപ്പോൾ ഈ ഞാൻ പഠിച്ചത് ഈ ബജാജ് ഈ വെസ്പ സ്കൂട്ടറിലാണ്. അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ഫസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ആക്സിലേറ്റർ ഇച്ചിരി കട്ടിയാണ്, ഇങ്ങനെ കൊടുത്താലേ വണ്ടി മൂവ് ചെയ്ത് പഠിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് ആക്സിലേറ്റർ ഇച്ചിരി ടൈറ്റ് ആക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കൂലല്ലോ, പതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് വീണ്ടും അടുത്ത ഗിയറിട്ട് ഒരു ടൈറ്റ് ഉണ്ട് ആക്സിലേറ്ററിന്. ഈ ഹീറോ ഹോണ്ട അവർ സ്ഥിരമായിട്ട് ഓടിച്ച് പണിഞ്ഞ് വെച്ചേക്കുന്നത് ഇങ്ങനെ ആക്കുമ്പം തന്നെ 90-ലാവും. ഞാൻ അതിപ്പോൾ മറ്റേ ഗിയർ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ നമുക്കറിയാം ഹീറോ ഹോണ്ട, നമ്മൾ ചോദിച്ചു വയ്ക്കും ഇതിൻ്റെ ഗിയർ എങ്ങോട്ടാണ്, ഫസ്റ്റ് ഇങ്ങനെ മേളിലോട്ട് അതുപോലെ ഫസ്റ്റ് ഇട്ട് ഞാൻ അതേ ആക്സിലേറ്റർ പോലെ പൊക്കി ഒരൊറ്റ പൊങ്ങക്കം ഇടിച്ച് മതിലിടിച്ച് ഫ്രണ്ടും പോയി ഗ്ലാസും ഹെഡ്ലൈറ്റും എല്ലാം പോയിട്ട് നിന്ന് നിപ്പ്. എൻ്റെ അപ്പൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്, ഒരു മാസത്തെ ശമ്പളം 250 രൂപയുണ്ട് ഒരു മാസത്തെ അന്ന്. അപ്പോൾ ആലോചിക്കണം ഇത് പണിഞ്ഞു കൊടുക്കണം, എനിക്ക് വേറെ ജോലിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസ്ഥ ഒന്ന് കൊടുത്തതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയിൽ കയറി ഇരുന്നാൽ ആക്സിലേറ്റർ ഞങ്ങളൊക്കെ ആരെങ്കിലും കൊടുക്കണം, കൊടുക്കൂല. എന്നിട്ട് ആ ബ്രേക്ക് ലൈറ്റ് ഉണ്ടല്ലോ, ബാക്ക് ലൈറ്റ് എല്ലാം പൊട്ടി ഇടിച്ച് കറങ്ങി കറങ്ങുന്ന ബൈക്ക് ഞാൻ വിട്ട് വെളിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് വണ്ടി കറങ്ങി പഴയ പൈപ്പില്ലേ സൈഡിൽ മറ്റേ ഇതിൻ്റെ കുഴൽക്കിണർ, അതിനകത്തൊക്കെ ഇടിച്ചിട്ട് അതായത് ബാക്കിൻ്റെ ബ്രേക്ക് ലൈറ്റൊക്കെ ഇടിച്ച് പൊട്ടി. എൻ്റെ മുട്ട് ബ്രേക്ക് ലൈറ്റ് പോലെ കത്തിയിരിക്കുന്നു, ചുമ രണ്ടും മുട്ടും പേടിച്ചിട്ട്. പിന്നെ അത് ഞാൻ എൻ്റെ അമ്മേരൊക്കെ കാല് പിടിച്ചിട്ട് എൻ്റെ അമ്മ നീ ഇറങ്ങി നിന്നിട്ട് ആ പയ്യനോട് പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കുള്ളൂ, ഡെസ്പയാണെന്ന് ഓർത്തത്. അല്ല ഞാൻ എന്നിട്ട് എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ എന്നിട്ട് പറയാൻ തന്നെ ഇത് ലൂസായിരുന്നു ആക്സിലേറ്റർ. അതാ പറഞ്ഞത് ഡെസ്പയുടെ എങ്ങനെയല്ലേ ടൈറ്റ് ആക്കണമായിരുന്നു. തൊട്ടടുത്ത് ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്, ഈ സൗണ്ട് എല്ലാവരും ഇറങ്ങി. ഇല്ല കോഴിയെ തുറന്നു വിട്ടോല ഒരു ഗ്രാമം വന്ന് നിൽക്കുകയാണ്. ഇത് എന്നെ അറിയുകയും ചെയ്യാം തൊട്ടടുത്തുള്ള. വണ്ടിക്കാരെ രണ്ടെണ്ണം കിട്ടി. ബൈക്ക് ഓടിക്കും നീയൊക്കെ ഉണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും മെമ്മറബിൾ സ്റ്റോറീസ്? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ചെറുപ്പം മുതലേ വണ്ടി ഓടിക്കാൻ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഒരു ബസ്സിൽ കയറിയാലും ജീപ്പിൽ കയറിയാലൊക്കെ വണ്ടി ഓടിക്കുന്ന ആളെ തന്നെ ശ്രദ്ധിച്ചിരിക്കും. പക്ഷെ നമ്മുടെ ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാ വണ്ടിയും ഓടിക്കാൻ നല്ല ഡ്രൈവറാ, നല്ല ഡ്രൈവറാ. പുള്ളിക്കാരി ഓടിച്ച വണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പേർട്ട് ഡ്രൈവറാ. ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിംഗ്, ഭയങ്കര പാഷനാണ്. പിന്നെ ലോങ് എവിടെയെങ്കിലും ഷൂട്ടൊക്കെ ഉണ്ടെങ്കിലും ബൈ റോഡ് അങ്ങനെ പോകാൻ നോക്കും മാക്സിമം. ലോങ് ഡ്രൈവ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ.